കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ട്രാൻസ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ഇൻ്റലിജൻസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ സാധാരണ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സാണ് കരിയറായിട്ട് ഉപയോഗിക്കുക. രണ്ട് തരത്തിൽ ഈ വേവ് പ്രോപ്പഗേഷൻ നടത്തും. ഒന്ന് അൺഗൈഡഡ് വേവ്സ്, രണ്ട് ഗൈഡഡ് വേവ്സ്. ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് റിസീവറിലേക്ക് ഒരു ആൻറ്റന ഉപയോഗിച്ച് സ്പേസിൽ കൂടെ നടത്തുന്ന ട്രാൻസ്മിഷനാണ് അൺഗൈഡഡ് ട്രാൻസ്മിഷൻ. അവിടെ ഒരു പ്രത്യേക റിസീവറിനെ ലക്ഷ്യമാക്കിയല്ല നമ്മൾ വേവ്സ് വിടുന്നത്. അത് സ്പേസിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒന്നിൽ കൂടുതൽ റിസീവറുകളിലേക്ക് ഇത് എത്തിച്ചേരും. ഇവിടെ ഇത് TEM ട്രാൻസ്വേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് മോഡിലുള്ള പ്രോപ്പഗേഷനാണെന്ന് പറയും. കാരണം കരിയർ വേവായിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് വെക്ടറും ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് വെക്ടറും ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷന് പെർപെൻഡിക്കുലറാണ്. അതുകൊണ്ട് തന്നെ TEM ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് മാഗ്നറ്റിക്. നേരെ മറിച്ച് ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സ്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഈ റേഡിയോ സ്റ്റേഷൻ മാത്രമായിരിക്കണമെന്നില്ല. ഒരു ഗാഡ്ജറ്റിനകത്ത് തന്നെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സിഗ്നൽ എത്തിക്കുന്നതിനൊക്കെ നമ്മൾ ട്രാൻസ്മിഷൻ എന്നാണ് പറയുക. അപ്പോൾ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് നമ്മൾ ഒരു പാത്ത് ചാനൽ ചൂസ് ചെയ്ത് ആ ചാനലിൽ കൂടെ വിടുന്നതിനെയാണ് ഗൈഡഡ് വേവ്സ് എന്ന് വിളിക്കുക. അതിനുപയോഗിക്കുന്ന സാധാരണ കോമൺ മെത്തേഡാണ് ട്രാൻസ്മിഷൻ ലൈൻസ്. 2 വയർ ട്രാൻസ്മിഷൻ ലൈൻസ്, കോയാക്സിയൽ കേബിൾസ്, ഇതെല്ലാം നമ്മളതിന് എക്സാമ്പിളാണ്. നമ്മൾ ആ ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ ചില ബേസിക് തിയറീസൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ ഇതിന് TEM മോഡിലാണ് പ്രോപ്പഗേഷൻ നടക്കുക. ഇവിടുത്തെ പ്രത്യേകത DC 0 ഫ്രീക്വൻസിയിലുള്ള DC മുതൽ ഹൈ ഫ്രീക്വൻസി വരെ ഉള്ള ട്രാൻസ്മിഷൻ വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. പക്ഷേ മൈക്രോവേവ് ഫ്രീക്വൻസീസിലൊക്കെ ഹയർ ഫ്രീക്വൻസീസിലൊക്കെ സ്കിൻ എഫക്റ്റ് കയറി ദോഷകരമായി ബാധിക്കും. നമ്മൾ സ്കിൻ എഫക്റ്റും ഒക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ ഒരു സ്പെഷ്യൽ ഫോമാണ് വേവ് ഗൈഡ്സ് എന്ന് പറയുന്നു. വേവ് ഗൈഡ്സിൻ്റെ തിയറിയും മറ്റതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇനിയും പഠിക്കാനുള്ളത്. വേവ് ഗൈഡിൻ്റെ പ്രത്യേകത ഇതിൽ കൂടെ DC കടത്തിവിടാൻ പറ്റില്ല. ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി താഴെയുള്ള ഫ്രീക്വൻസി ഈ ഫ്രീക്വൻസിയിലുള്ള വേവ്സ് പ്രോപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വേവ് ഗൈഡ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനേക്കാൾ കൂടിയ ഫ്രീക്വൻസിയിലുള്ള വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാനാണിത് ഉപയോഗിക്കുക. ഈ വേവ് ഗൈഡ്സിൻ്റെ പല ടൈപ്പും അതിൻ്റെ തിയറിയും ഒക്കെ നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നു. അപ്പോൾ അത് ചർച്ച ചെയ്യുന്നതിന് നമ്മൾ മാക്സ്വെൽസ് ഫീൽഡ് ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിക്കും. അവിടെ നമ്മൾ ഫേസർ ടെക്നിക്കാണ് ഉപയോഗിക്കുക. പൊതുവെ പറഞ്ഞാൽ ഫേസർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് വെക്ടറിനെ എല്ലാം ഫേസർ എന്നാണ് വിളിക്കുക. പക്ഷേ നമ്മൾ EM തിയറിയിൽ കോംപ്ലക്സ് ഫോമിലുള്ള വേവ്സ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ തിയറി കാര്യമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പറിനെ ഫേസർ ഫോമിലാക്കി ആണ് നമ്മൾ
ഉപയോഗിക്കുക. അപ്പോൾ അത് ആ ഫേസർ കോംപ്ലക്സ് ഫോം പോളാർ ഫോം അതിലേക്ക് മാറ്റുന്നു. അതിലെന്താ ഫേസർ എന്നൊക്കെ ഉള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വേവ് ഗൈഡ്സിൻ്റെ തിയറിയിലോട്ട് കയറും. ഒരു കോംപ്ലക്സ് നമ്പർ എടുക്കുക. Z equals x plus jy, where j is root of -1. ഇപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ എക്സും വൈയും രണ്ട് കോർഡിനേറ്റ്സ് ആയിട്ട് എടുക്കാം. കോർഡിനേറ്റ്സ് അല്ലാത്ത കേസുകൾ നമ്മൾ ധാരാളം കാണും. ഇത് തന്നെ പോളാർ ഫോമിൽ എഴുതിയാൽ r ഇൻറ്റു കോസ് ഫൈ പ്ലസ് ജെ സൈൻ ഫൈ, where r is the modulus of the complex number and phi is this angle. ഇപ്പോൾ ഇത് നേരത്തെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കോംപ്ലക്സ് നമ്പറിന് വെക്ടറിൻ്റെ ചില സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ ഇത് ഏതോ ഒരു സമയത്ത് ഫൈ എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതായി ഫൈ. അപ്പം അതിനെ നമ്മൾ ഫേസ് എന്നൊക്കെയാണ് വിളിക്കുക. ഇത് എയ്ലേഴ്സ് ഫോം. അപ്പോൾ ഇത് പോളാർ ഫോം, ഇത് സാധാരണ കോർഡിനേറ്റ് ഫോം. എയ്ലർ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് e⁻j⁵ ആണ്. അപ്പോൾ ചുരുക്കത്തിൽ Z ഈക്വൽസ് r ഇൻറ്റു e⁻j⁵. ഇതാ പോളാർ ഫോം. ഇതിൻ്റെ സിമ്പൽ r, ഇങ്ങനെ ഫൈ എഴുതുക. വേർ r ഈസ് ദി മോഡുലസ് ഓഫ് Z, that is square root of x square plus y square, and phi is tan inverse y by x. ഇനി രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കുക. അപ്പോൾ ഇത് ഫേസർ ഫോമായത് അല്ലെ പോളാർ ഫോം. Z1 ഈക്വൽസ് x1 പ്ലസ് jy1. അത് നമുക്ക് പോളാർ ഫോമിൽ എഴുതാം r1 φ1. Z2 ഈക്വൽസ് x2 പ്ലസ് jy2, ദറ്റ് ഈസ് r2 φ2. എങ്കിൽ Z1 പ്ലസ് ഓർ മൈനസ് Z2 ഈക്വൽസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കാണാം x1 പ്ലസ് ഓർ മൈനസ് x2 പ്ലസ് j ഇൻറ്റു y1 പ്ലസ് ഓർ മൈനസ് y2. Z എൻ്റെ പ്രോഡക്റ്റ് എടുത്ത Z1 ഇൻറ്റു Z2 ഈക്വൽസ് ഇത് Z1 വരെ r1 e⁻j⁵1, Z2 ഈസ് r2 e⁻j⁵2. അപ്പോൾ പ്രോഡക്റ്റ് വരുമ്പോൾ എക്സ്പോണൻറ്റ് j⁵1 പ്ലസ് φ2 എന്ന് വരും. അതിൻ്റെ പ്രോഡക്റ്റ് r1 r2. അപ്പോൾ ചുരുക്കത്തിൽ Z1 Z2 ഈക്വൽസ് പോളാർ ഫോമിൽ എഴുതിയാൽ r1 r2 φ1 പ്ലസ് φ2. ഇതുപോലെ Z1 ബൈ Z2 എന്ന് പറഞ്ഞാൽ r1 ബൈ r2 ഇൻഡെക്സ് മൈനസ് ആകുമല്ലോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ φ1 മൈനസ് φ2. ഇതുപോലെ റൂട്ട് ഓഫ് Z എന്ന് പറയുമ്പോൾ ഇൻഡെക്സിൻ്റെ ഹാഫാണ് വരേണ്ടത്. അപ്പോൾ റൂട്ട് ഓഫ് r ഇൻറ്റു 5/2 എന്ന് വരും. ഇനി കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് Z സ്റ്റാർ ഈക്വൽസ് x മൈനസ് jy. ദറ്റ് ഈസ് എയ്ലർ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ r ഇൻറ്റു പോളാർ ഫോമിൽ e⁻j⁵. അത് സിമ്പിളായിട്ട് എഴുതുമ്പോൾ r മൈനസ് ഫൈ എന്ന് എഴുതാം. ഇൻ ടൈം ഹാർമോണിക് ഫീൽഡ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത് അതാണ്. അവിടെ ഫൈ എന്ന് പറയുന്നത് ω t പ്ലസ് തീറ്റ എന്നുള്ള ഫോമിൽ വരും. പൊതുവേ തീറ്റ ടൈമിൻ്റെ ഫങ്ഷൻ ആകാം, സ്പേസ് കോർഡിനേറ്റ്സിൻ്റെ ഫങ്ഷൻ ആകാം, അല്ലെ കോൺസ്റ്റൻ്റ് ആകാം. കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ നമ്മളതിനെ ഇപ്പോക്ക് അല്ലെ ഫേസ് കോൺസ്റ്റൻ്റ് എന്നൊക്കെ വിളിക്കുക. ഫൈ സാധാരണ ട്രാവലിംഗ് വേവ് ഒക്കെ എടുക്കുമ്പം ബീറ്റ എക്സ് ആയിട്ടൊക്കെ വരും. എക്സ് ഡയറക്ഷനിൽ പോകുന്ന വേവ് ആണെങ്കിൽ അല്ലെ ബീറ്റ ഇസഡ് എന്നൊക്കെ വരും. ഇത് ആ പോളാർ ഫോമിലോട്ട് ഉപയോഗിക്കുമ്പോൾ r e⁻j⁵ എന്ന് പറയുമ്പോൾ ഫൈയുടെ സ്ഥാനത്ത് ω t പ്ലസ് തീറ്റ എന്ന് കൊടുക്കുമ്പോൾ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്താൽ r ഇൻറ്റു e⁻j⁵ ഇൻറ്റു e⁻iωt. ഇതിൻ്റെ റിയൽ പാർട്ട് ഓഫ്
ഇതിൻ്റെ റിയൽ പാർട്ട് ഓഫ് ആർ ഇ റേസ് ടു ജെ ഫൈ എന്ന് പറയുന്നത് ആർ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റയാണ്. ഫൈ ഒമേഗ ടി പ്ലസ് തീറ്റ ആകുമ്പോൾ സത്യത്തിൽ അത് പോളാർ ഫോമിൽ എഴുതുമ്പോൾ ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ പ്ലസ് ജെ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് വരും. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് ആർ ഇ റേസ് ജെ ഫൈ എന്ന് പറയുമ്പോൾ ഇത് ആർ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. നമ്മൾ പലപ്പോഴും ഈ റിയൽ പാർട്ട് മാത്രമായിട്ട് അനാലിസിസിലൊക്കെ ആ രീതിയിൽ പോകുമ്പോൾ എടുക്കുക. ഇമാജിനറി പാർട്ട് ഓഫ് ദി സെയിം എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് ആർ ഇ റേസ് ജെ ഫൈ എന്ന് പറഞ്ഞാൽ ആർ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. ഇനി ഒരു സൈൻസോയിഡൽ കറണ്ട് നമ്മൾ എടുക്കുന്നു എന്നിരിക്കട്ടെ. അത് സാറിന് എഴുതുമ്പോൾ ഐ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഐ അറ്റ് എ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ടി ഈക്വൽസ് I0 കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് നമ്മൾ എഴുതുന്നു. ഒരു ടൈം വേരിയിങ് സൈൻസോയിഡൽ കറണ്ട്. ദിസ് റെപ്രസെൻറ്റ്സ് ദി റിയൽ പാർട്ട് ഓഫ് I0 ഇ റേസ് ടു ജെ തീറ്റ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി. ഇതിൽ I0 ഇ റേസ് ടു ജെ തീറ്റ ഈക്വൽസ് അതിന് IS എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിന് പറയുന്ന പേര് ഫേസർ കറണ്ട് എന്ന് പറയും. ദാറ്റ് ഈസ് ടൈം ഇൻഡിപെൻഡൻസ് പാർട്ട് കോൾഡ് ഫേസർ കറണ്ട്. ഇപ്പോൾ ഈ ന്യൂ നൊട്ടേഷൻ ഇത് അതേസമയം തന്നെ ഇത് റിയൽ പാർട്ടാണ്. ഇ റേസ് ടു ഇ റേസ് ടു ഇതിൻ്റെ മുമ്പേ പറഞ്ഞ പോലെ ആർ ഇ റേസ് ടു ജെ ഫൈയുടെ റിയൽ പാർട്ടാണല്ലേ ഈ കോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റിയൽ പാർട്ട് ചുരുക്കത്തിൽ കോൾഡ് ഫേസർ കറണ്ട്. ന്യൂ നൊട്ടേഷൻ ഫോർ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് ഇപ്പോൾ എഴുതാവുന്നത് ഇത് IT ഈക്വൽസ് റിയൽ പാർട്ട് ഓഫ് IS ഇ റേസ് ടു ജെ ഒമേഗ ടി. ഇത് IS ഒന്ന് കൊടുക്കുന്നു ഇൻറ്റു ഇ റേസ് ടു അതിൻ്റെ റിയൽ പാർട്ടാണ് ഇത്. അതുപോലെ ജനറലായിട്ട് ഇൻ ജനറൽ ഈ ഫേസറായിട്ട് സ്കെയിലർ ക്വാണ്ടിറ്റി വരാം, വെക്റ്റർ ക്വാണ്ടിറ്റി വരാം. അപ്പോൾ ഇൻ ജനറൽ എ ടൈം ഡിപ്പെൻഡൻറ്റ് വെക്റ്റർ എ which is a function of space coordinates x, y, z and time could be represented in phasor form as A equals real part of AS phasor ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി. ഇതുവരെ നമ്മൾ എക്സാമ്പിളാണ് പറഞ്ഞത്. ഇപ്പോൾ ജനറലായിട്ട് ഒരു വെക്റ്ററിന് അപ്ലൈ ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. വേർ എസ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് ഓൺലി. ടൈം ഇല്ലാത്ത സ്പേസ് കോർഡിനേറ്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ്. ഇതിൻ്റെ ടൈം ഡെറിവേറ്റീവ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ അനാലിസിസിൽ ഇ റേസ് ടു ജെ ഒമേഗ ടി എപ്പോഴും കോമൺ ആയിട്ട് എല്ലാ ടൈമിലും വരും. അതുകൊണ്ട് അത് ഫൈനൽ റിസൾട്ടിൽ അത് നമുക്ക് അത് ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ ഇത് AS എന്ന് തന്നെ അങ്ങ് കൊടുക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് ടൈം ഡെറിവേറ്റീവായിട്ട് എടുക്കാം. ഡോ എ ബൈ ഡോ ടി ഈക്വൽസ് റിയൽ പാർട്ട് ഓഫ് AS ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ജെ ഒമേഗ ഇൻറ്റു AS ഇ റേസ് ടു ജെ ഒമേഗ ടി. ഇ റേസ് ടു ജെ ഒമേഗ ടി ഡിസപ്പിയർ ചെയ്യുന്നത് കൊണ്ട് ദിസ് ഈസ് ഈക്വൽ ടു ഡോ എ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ജെ ഒമേഗ ഇൻറ്റു AS എന്ന് എഴുതാം. ബാക്കിയുള്ളതിന് നമ്മൾ ഇപ്പോൾ റിയൽ പാർട്ട് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അതിൽ ജനറലായിട്ട് എടുക്കുമ്പോൾ ഇ റേസ് ജെ ഒമേഗ ടി ഡിസപ്പിയർ ചെയ്യും. അതുകൊണ്ട് ഇത് നമ്മൾ ബാക്കി അങ്ങ് AS എന്ന് എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റും ഇല്ല. അപ്പോൾ ദാസ് ടേക്കിംഗ് ദി ടൈം ഡെറിവേറ്റീവ് ഓഫ് ദി ഇൻസ്റ്റൻറ്റേനിയസ് ക്വാണ്ടിറ്റി ഈസ് ഈക്വലൻ ടു മൾട്ടിപ്ലൈയിങ് ദി ഫേസർ ഫോം ബൈ ജെ ഒമേഗ. അപ്പോൾ ടൈം ഡെറിവേറ്റീവ് ഒരു വെക്ടറിൻ്റെ എടുക്കുമ്പോൾ ആ വെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഫേസറിനെ ജെ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷനായിട്ട് ചുരുങ്ങും.
ഇതുപോലെ ഇൻ്റഗ്രൽ എ ഡി ടി എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇറേസ് ജെ ഒമേഗ ടിയിലെ ജെ ഒമേഗ ഡിനോമിനേറ്റർ വരുമല്ലോ. അപ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു എസ് ബൈ ജെ ഒമേഗ എന്ന് വരും. ഇനി അപ്പോൾ ഇതിവിടെ നോക്കി, ഇവിടെ ഇറേസ് ജെ ഒമേഗ ടിയുടെ ശല്യം ഒഴിവാകും ഫേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. മാത്രമല്ല ടൈം ഡെറിവേറ്റീവ് എടുക്കാൻ ജെ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഫേസറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ജെ ഒമേഗ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് വളരെ വളരെ ടൈം സേവിങ് ആണ്, കുറേ കൂടെ സിംപ്ലിഫൈഡ് ആകും നമ്മുടെ മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ. ഇനി മാക്സ്വെൽസ് ഫീൽഡ് ഇക്വേഷൻസ് ഈ ഫേസർ ഫോമിൽ എങ്ങനെ എടുക്കുന്നു എന്നുള്ള നമ്മുടെ ക്ലാസിക് ഫോം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ ഡെൽ ഡോട്ട് ഡി ഈക്വൽസ് റോ. റോ ഈസ് ദി വോളിയം ഡെൻസിറ്റി ഓഫ് ചാർജ്. അതിൻ്റെ ഫേസർ ഫോം എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ഡി എസ്, ഫേസർ ഫോം ഓഫ് ഡി ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്, ഡെൽ ഡോട്ട് ഡി എസ് ഈക്വൽസ് റോ വി എസ്. ഈ റോ എന്ന് പറയുന്നത് വോളിയം ഡെൻസിറ്റിയാണ്. അതിൻ്റെ ഫേസർ വാല്യൂ ഞാൻ പറഞ്ഞു, സ്കെയിലർ ആയാലും വെക്ടർ ആയാലും ഫേസർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. അതുകൊണ്ടാണ് റോ വി എസ് എന്ന് എഴുതിയത്. അടുത്ത സെക്കൻഡ് ഇക്വേഷൻ ക്ലാസിക് ഫോം ഡെൽ ഡോട്ട് ബി ഈക്വൽസ് 0, അതിൻ്റെ ഫേസർ ഫോം ഡെൽ ഡോട്ട് ബി എസ് ഈക്വൽസ് 0. മൂന്നാമത്തെ ഇക്വേഷൻ ഡെൽ ക്രോസ് ഇ ഈക്വൽസ് മൈനസ് ഡോ ബി ബൈ ഡോ ടി. അത് ഫേസർ ഫോമിൽ എഴുതുമ്പോൾ ഡെൽ ക്രോസ് ഇ എസ് ഈക്വൽസ് ഡോ ബൈ ഡോ ടിക്ക് പകരം ജെ ഒമേഗ, അപ്പോൾ മൈനസ് ജെ ഒമേഗ ബി എസ് ഫേസർ ഫോം. ഫോർത്ത് ഇക്വേഷൻ ഡെൽ ക്രോസ് എച്ച് ഈക്വൽസ് ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഫേസർ ഫോമിൽ എഴുതുമ്പോൾ ഡെൽ ക്രോസ് എച്ച് എസ് ഈക്വൽസ് ജെ എസ് പ്ലസ് ജെ ഒമേഗ ഡി എസ്. ഇതാണ് നാല്. ഇവിടെ ഇ, എച്ച്, ബി, ഡി ഇതെല്ലാം എക്സ്, വൈ, ഇസഡ്, അതിൻ്റെ കൂടെ ടി, ഇതിൻ്റെ ടൈമിൻ്റെയും കൂടെ ഫങ്ഷനാണ്. അത് ഫേസർ ഫോമിൽ ആകുമ്പോൾ നമുക്ക് ഈ ടൈം ഫാക്ടർ നമ്മുടെ ഈ റേസ് ജെ ഒമേഗ ടി എന്നുള്ള ടേം കയറി വരില്ല. ഈ കുറേ കൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം ഹാൻഡിൽ ചെയ്യാം. വേവ് ഗൈഡിൽ ഈ ഫോമാണ് ഉപയോഗിക്കുക, ഈ ഫേസർ ഫോമാണ് ഉപയോഗിക്കുക. അത് നമുക്ക് അടുത്ത പോസ്റ്റിങ്സിൽ കാണാം. താങ്ക്